സ്വർണ്ണ ചിറകുള്ള കൊക്കും അത്യാഗ്രഹിയായ വേട്ടക്കാരനും. ഒരു കാട്ടിലെ കുളത്തിന്റെ അടുത്തായി മിങ്കു കൊക്ക് ജീവിച്ചിരുന്നു. അവൻ ആ കാട്ടിലെ ഒരേ ഒരു കൊക്കായിരുന്നു. അതുകൊണ്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ അവനവന്റെ ജീവിതത്തിൽ സന്തുഷ്ടനേ അല്ലായിരുന്നു. ഒരിക്കൽ മുയലും മാനും കുളത്തിലേക്ക് വെള്ളം കുടിക്കാൻ വന്നു. അവനപ്പോൾ അവരെ തന്നെ നോക്കി നിന്നു. സുഖമാണോ കൊക്കേ? ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാ, ഒരു മാറ്റവുമില്ല. നിങ്ങൾക്ക് സുഖമാണോ? നീ എന്തായി പറയുന്നത്? കാണാൻ എന്നെ പോലെയുള്ള ജീവികൾ, പിന്നെ എന്തു പറയാനാണ്. ചോട്ടുമാനെ, നിന്റെ ശരീരം എത്ര ആകർഷണീയമാ, നിന്റെ കണ്ണുകൾ എന്ത് രസമാ, നീ ഓടുന്നത് കാണാനും എന്ത് ഭംഗിയാണ്. പിന്നെ മുയലെ, നിന്നെ കാണാൻ എന്ത് രസമാ. മനുഷ്യരും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിന്നെ വീടുകളിലും വളർത്തുന്നുണ്ട്. അതേ മിങ്കൊക്കെ, പക്ഷേ നിന്നെ കാണാനും നല്ല രസമാ. ഇല്ല, എൻ്റെ ഈ മെലിഞ്ഞു നീണ്ട കാലുകൾ, ഇത്ര നീളമുള്ള ചുണ്ട്, വെള്ള നിറം, എന്നെ കാണാൻ ഒട്ടും കൊള്ളില്ല. എന്നെ ആരും ഇഷ്ടപ്പെടില്ല. മിങ്കൊക്കെ, നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? നീ സുന്ദരനല്ലേ, ഞങ്ങളുടെ ചങ്ങാതിയല്ലേ. അവനെ പറഞ്ഞു മനസ്സിലാക്കി രണ്ടുപേരും അവിടെ നിന്നും പോയി. പക്ഷേ കൊക്ക് ഇപ്പോഴും നിരാശനാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ കയ്യിൽ ക്യാമറയുമായി വന്നു. കൊള്ളാമല്ലോ, നല്ല ഒന്നാന്തരം കാട്, എന്ത് ഭംഗിയുള്ള കുളം, നല്ല സീൻ തന്നെ. ഇങ്ങനെ പറഞ്ഞ് അവൻ കുളത്തിന്റെ ഫോട്ടോ എടുത്തു. പെട്ടെന്ന് കൊക്കും അവന്റെ ക്യാമറയുടെ അടുത്തേക്ക് വന്നു. ഓഹോ, ഈ കൊക്ക് എന്തിനാ ഫോട്ടോയുടെ ഇടയിലേക്ക് കയറിയത്? ഇതുണ്ടെങ്കിൽ ഫോട്ടോ കൊള്ളില്ല. ഇങ്ങനെ പറഞ്ഞവൻ മറ്റൊരു കരയിലേക്ക് പോയി മയിലിന്റെ ഫോട്ടോ എടുത്തു. എന്നാൽ കൊക്കിന്റെ മനസ്സിൽ ഈ വാക്കുകൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അവൻ വിഷമത്തോടെ അവിടെ നിന്നും പറന്നുപോയി. അവൻ കുന്നിന്റെ മുകളിൽ പോയിരുന്നു. ദൈവമേ, നീ എന്നെ കാണാൻ കൊള്ളാത്തൊരു പക്ഷിയാക്കി മാറ്റിയല്ലോ. നിങ്ങൾ തന്ന ഈ ജീവിതത്തിൽ ഞാൻ സന്തുഷ്ടനല്ല. ഇന്ന് ഞാൻ എൻ്റെ ജീവിത പോരാട്ടം അവസാനിപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അവൻ താഴേക്ക് ചാടാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രാവ് അവിടേക്ക് വന്നു. എടാ മിങ്കൊക്കെ, നിൽക്ക്. നിനക്ക് എൻ്റെ പേരെങ്ങനെ അറിയാം? നീ ഞങ്ങളുടെ കാടുകാരനല്ലല്ലോ. നീ ഇത് മാത്രം പറയേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിന്റെ ഈ മരിക്കാനുള്ള ആഗ്രഹം വിടാൻ. എനിക്ക് എത്ര ഭംഗിയുള്ള പക്ഷിയായി മാറണമെന്നാൽ എന്നെപ്പോലെ മറ്റാരും കാണാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ് കൊക്കെന്തോ ചിന്തിച്ചിട്ട് പറഞ്ഞു. നിനക്കെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചിറക് സ്വർണ്ണമാക്കി മാറ്റ്. നീ അങ്ങനെ ചെയ്താൽ ഞാൻ പ്രശസ്തിയുള്ളവനും ഭംഗിയുള്ളവനുമായി മാറും. എന്തുകൊണ്ടില്ല? ഇങ്ങനെ പറഞ്ഞ് പ്രാവ് അവന്റെ ചുറ്റിനും വലം വെക്കാൻ തുടങ്ങി. അവന്റെ 4 വശത്തും വെള്ളപ്പുക നിറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ മിങ്കു കൊക്കിന്റെ ചിറക് സ്വർണ്ണ നിറമുള്ളതായി മാറി. ആ പ്രാവും അപ്പോൾ മാഞ്ഞുപോയി. എന്റെ ചിറക് സ്വർണ്ണമായി മാറി. അവൻ തന്റെ ചിറകുയർത്തി കാറ്റിൽ പറന്നുപോയി. എന്നാൽ ഉയരത്തിലേക്ക് പോകും തോറും അവൻ പതിയെ താഴേക്ക് വരാൻ തുടങ്ങി. അയ്യോ, ഇതെന്താ ഇങ്ങനെ? എനിക്കെന്താ പറക്കാൻ പറ്റാത്തത്? അവൻ പതിയെ താഴെയെത്തി. അവൻ സംഭവിച്ചതോർത്ത് വിഷമിച്ചുകൊണ്ടേയിരുന്നു. സ്വർണമായപ്പോൾ എന്റെ ചിറകുകൾക്ക് ഭാരം വെച്ചു. കുഴപ്പമില്ല, കാരണം ഇപ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. കുറച്ചേ ഉള്ളൂ, നടന്നങ്ങ് പോകാം. ഇങ്ങനെ പറഞ്ഞവൻ തിരിച്ച് കാട്ടിലേക്ക് പോയി. അവനെ കണ്ട മൃഗങ്ങളെല്ലാം ഞെട്ടിത്തെറിച്ചു നിന്നു. അയ്യോ, ഇതെന്താ? മിങ്കുകൊക്കിന്റെ ചിറകുകൾ എന്തു ഭംഗിയാ കാണാൻ. നീ തിളങ്ങുന്നുണ്ടല്ലോ. നീ എത്ര സുന്ദരനായിരിക്കുന്നു. ഇതെന്തു മായാജാലമാ? ഇങ്ങനെ എല്ലാവരും അവനെ പ്രശംസിച്ചു കൊണ്ടേയിരുന്നു. തിരിച്ചു കുളത്തിലേക്ക് വരുമ്പോൾ അവന്റെ ചിന്തകൾ തന്നെ മാറിയിരുന്നു. എല്ലാവരും എന്നെ കണ്ട് ഞെട്ടിത്തെറിക്കുക. എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. ഇനി എനിക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അവന്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്തുള്ള കാടുകളിലേക്കും പോയി. അവനെ കാണാനായി ദൂരെ നിന്നും പക്ഷികളും മൃഗങ്ങളും വരാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഈ കാട്ടിലെ മാത്രമല്ല, ഈ ലോകത്തിലെ തന്നെ ഭംഗിയുള്ളൊരു ജീവിയാണ്. ഞാൻ എൻ്റെ ഈ രൂപം നിങ്ങളെ ആരെയും കാണിക്കാൻ പാടുള്ളതേ അല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ആരൊക്കെ എന്നെ കാണാൻ വരുന്നോ അവരെല്ലാവരും എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം. എന്നെ വെറുതെ അങ്ങ് കണ്ടിട്ട് പോകാമെന്ന് കരുതണ്ട.
അവന്റെ ഈ വാക്കുകൾ എല്ലാ മൃഗങ്ങളെയും ദേഷ്യം പിടിപ്പിച്ചു. അതുകൊണ്ട് ആരും അവന്റെ മുൻപിൽ നിൽക്കാൻ പോയില്ല. പിന്നെ ദൂരെ നിന്നും അവനെ കണ്ട് എല്ലാവരും മടങ്ങിപ്പോയിരുന്നു. ഒരു കുഴപ്പവുമില്ല, ആരും എന്നെ കാണാൻ വന്നില്ലെങ്കിലും. കാര്യം ഇവരൊന്നും എന്നെ കാണാൻ അർഹരല്ല, ഭംഗിയില്ലാത്തവന്മാർ. ഒരിക്കൽ ഒരു വേട്ടക്കാരൻ കാട്ടിലേക്ക് വന്നു. അയാൾ ആ കൊക്കിനെയും കണ്ടു. കൊള്ളാമല്ലോ, ഇതെന്താണ്? സ്വർണ്ണച്ചിറകുള്ള കൊക്കോ ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അയ്യോ, ഇത് ഒരു വേട്ടക്കാരനാണല്ലോ. കൊക്ക് പറക്കാൻ ശ്രമിച്ചു. എന്നാൽ ഭാരമുള്ള ചിറകുകൾ കാരണം പറക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ വേട്ടക്കാരൻ അവനെ പിടികൂടി, കൂടെയും കൊണ്ടുപോയി. വിട് എന്നെ, വിട് വിട്. അവന്റെ നിലവിളി ഒരുപാട് പക്ഷികളും മൃഗങ്ങളും കേട്ടു. എന്നാൽ ആരും അവനെ രക്ഷിക്കാൻ വന്നതേയില്ല. ദൈവമേ, എന്നെ ഇനി ആര് രക്ഷിക്കും? അവനെ കെട്ടിയിട്ടതിനു ശേഷം വേട്ടക്കാരൻ ഉറങ്ങി. കുറച്ചു നേരത്തിനു ശേഷം മൃഗങ്ങളെല്ലാം അവനെ ദൂരെ നിന്നും നോക്കിക്കൊണ്ടിരുന്നു. സുഹൃത്തുക്കളെ, എന്നെ വന്നൊന്ന് രക്ഷിക്കും, അല്ലെങ്കിൽ ഇവൻ എന്നെ കൊന്ന് എന്റെ ചിറക് വിൽക്കും. കൊക്കേ, പക്ഷെ ഞങ്ങൾ എങ്ങനെ നിന്റെ അടുത്തേക്ക് വരും? ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരാൻ ഉപകാരങ്ങളൊന്നുമില്ലല്ലോ. ഉപകാരങ്ങളൊന്നും തരാതെ ഞങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ, കാരണം നീയല്ലേ ഈ ലോകത്തിലെ സൗന്ദര്യമുള്ള പക്ഷി. സുഹൃത്തുക്കളെ, എനിക്ക് എന്റെ തെറ്റിപ്പോൾ മനസ്സിലായി. എന്നോട് ക്ഷമിക്കൂ, വേട്ടക്കാരനിൽ നിന്നും രക്ഷിക്കൂ. എല്ലാ മൃഗങ്ങളും മിണ്ടാതെ അവന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. മോണ്ടുകുരങ്ങൻ 2 കല്ലെടുത്ത് അത് ഉരച്ചുരച്ച് വേട്ടക്കാരന്റെ തുണിയിൽ തീ പിടിപ്പിച്ചു. അയ്യോ, തീ തീ! അവൻ ചാടി എഴുന്നേറ്റ് കുളത്തിന്റെ നേരെ ഓടാൻ തുടങ്ങി. അങ്ങനെ മോണ്ടുകുരങ്ങൻ പോയി അവന്റെ കെട്ടും അഴിച്ചുവിട്ടു. അങ്ങനെ എല്ലാവരും കൊക്കിനെയും കൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ വലിയ സൗന്ദര്യമുള്ളവനാണെന്ന് കരുതി വളരെ വലിയ തെറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ ഒരു മന്ദബുദ്ധി ലോകത്ത് തന്നെ ഇല്ല. പെട്ടെന്ന് വേട്ടക്കാരൻ തോക്കുമായി വന്നു. അയ്യോ, വേട്ടക്കാരന്റെ കയ്യിൽ തോക്കുണ്ട്, ഓടിക്കോ! മൃഗങ്ങൾ എല്ലാവരും ഓടാൻ തുടങ്ങി. കൊക്കും ഒരിടത്തു പോയി ഒളിച്ചിരുന്നു. നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, സ്വർണ്ണച്ചിറകുള്ള കൊക്കേ. ദൈവമേ, ഞാനിപ്പോൾ എന്തു ചെയ്യും? ഒറ്റയ്ക്ക് എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ പെട്ടെന്നവിടെ പ്രാവ് പ്രത്യക്ഷപ്പെട്ടു. എന്താ പറ്റി കൊക്കേ? നീ എന്താ പേടിച്ച് വിറച്ച്? നീയല്ലേ ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പക്ഷി. നിനക്കെന്താ അതിൽ സന്തോഷമില്ലേ? ഇല്ല, എനിക്ക് പഴയ വെളുത്ത ചിറകുകൾ മതി. എനിക്കതിൽ പറക്കാൻ പറ്റും. കാണാനും ഭംഗിയുള്ളതായിരുന്നു. എന്റെ തെറ്റാ. ഞാൻ എന്നെ തന്നെ തെറ്റിദ്ധരിച്ചു. എന്നെ വീണ്ടും പഴയതുപോലെ ആക്കാമോ? എനിക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷമായി. നിനക്ക് നിന്റെ തെറ്റു മനസ്സിലായല്ലോ. ഈശ്വരൻ നമ്മളെ എങ്ങനെ ജനിപ്പിച്ചോ അതായിരിക്കും നമുക്കായുള്ള നല്ല രൂപം. ഇങ്ങനെ പറഞ്ഞതും കൊക്കിന്റെ ചിറക് പഴയതുപോലെ തന്നെ മാറി. അവൻ കാറ്റിൽ പറന്നു പൊങ്ങി. വേട്ടക്കാരനും തോക്കുയർത്തി. ആ കൊക്കിന്റെ ചിറക് സ്വർണ്ണ നിറത്തിലായിരുന്നല്ലോ. അല്ല, അവൻ ഇവനല്ല. വേട്ടക്കാരൻ തോക്ക് താഴെ ഇറക്കി മുമ്പിലേക്ക് നടന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഇങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ലത്. ഞാനൊരു കൊക്കായി ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പിന്നെ നിങ്ങളെപ്പോലെയുള്ള സുഹൃത്തുക്കൾ കിട്ടിയതിലും. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. അങ്ങനെ കൊക്കിന്റെ ചിന്തയും തെറ്റിദ്ധാരണയും എന്നേക്കുമായി മാറുകയും ചെയ്തു.